ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മോഡത്തിൻ്റെയൊക്കെ ബാക്കിൽ ഒരു പാസ്വേഡ് ഉണ്ടാവും. അതായത് വീട്ടിൽ നമ്മളൊരു മോഡം അല്ലെങ്കിൽ ONU, ഒരു ഫൈബർ ONU ആയാലും മോഡം ആയാലും നമ്മുടെ വീട്ടിൽ ഒരു കണക്ഷൻ എടുക്കുമ്പോൾ, വൈഫൈ കണക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈഫൈയുടെ ഒരു പേരും ഉണ്ടാവും, ആ ഒരു പാസ്വേഡ് ഉണ്ടാവും. അതായത് SSID ഉണ്ടാവും, ഒരു പാസ്വേഡ് ഉണ്ടാവും. ഈ പാസ്വേഡ് നോർമലി ഇതിൻ്റെ പുറകിൽ പ്രിൻ്റഡ് ആയിരിക്കും. അതായത് ഡിഫോൾട്ട് വരുന്ന പാസ്വേഡ്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഡിഫോൾട്ട് പാസ്വേഡിനെ കുറിച്ചാണ്. ഡിഫോൾട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ വരുന്ന പാസ്വേഡിനെയാണ് ഡിഫോൾട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ടെക്നീഷ്യന്മാർ, നോർമലി എനിക്ക് ടെക്നീഷ്യന്മാരോടാണ് പറയാനുള്ളത്. ഇപ്പോൾ ടെക്നീഷ്യന്മാരും പിന്നെ കസ്റ്റമേഴ്സിനും അറിഞ്ഞിരിക്കണം. ടെക്നീഷ്യന്മാർ തീർച്ചയായിട്ടും ആ ഒരു ഡിഫോൾട്ട് പാസ്വേഡ് മാറ്റി കസ്റ്റമറിൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് പാസ്വേഡ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളൊരു കസ്റ്റമറാണ്, നിങ്ങളുടെ വീട്ടിലോട്ടാണ് ആ ഒരു വൈഫൈ വെക്കണമെങ്കിൽ ആ ഒരു പാസ്വേഡ് മാറ്റിയിട്ട് നമ്മളുടേതായിട്ടുള്ള ഒരു പേരും ഒരു പാസ്വേഡും അതിന് സെറ്റ് ചെയ്യാനായിട്ട് ടെക്നീഷ്യനോട് പറയണം. ഇല്ലാന്നെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു വൈഫൈ ആക്സസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുവിധം അറിയാവുന്നവർക്കൊക്കെ അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുവിധമുള്ള എല്ലാ മോഡത്തിൻ്റെയും, അതായത് ഒരു GX ഉൾപ്പെടെയുള്ള ഒരുപാടുള്ള ഒരു വലിയൊരു ബാച്ചിൽ വന്നിരിക്കുന്ന എല്ലാ മോഡത്തിൻ്റെയും ആ ഒരു പാസ്വേഡ് വരുന്നത് ഈ ഇവിടെ ഉള്ളൊരു മാക് നമ്പർ ആയിരിക്കും. ഈ മാക് നമ്പർ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു മോഡത്തിലോട്ട് നമ്മൾ വൈഫൈ എൻ്റർ ചെയ്യണം. അപ്പോൾ ഈ മാക് നമ്പർ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വന്നാലും അല്ലെങ്കിൽ നമ്മുടെ ഇത് വീട്ടിൽ വന്ന് ഈ ഒരു മോഡൽ തിരിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഈ ഒരു മാക് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്. വൈഫൈ അനലൈസർ പോലത്തുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് നമ്മുടെ വൈഫൈ കണ്ട അതിൻ്റെ മാക് ID അവിടെ നിന്ന് തന്നെ കിട്ടും. ആ മാക് ID എടുത്ത് ആ ഒരു വൈഫൈയിലോട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ ആ ഒരു മാക് അഡ്രസ്സ് വെച്ചിട്ട് നമ്മുടെ വൈഫൈയിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ചില റൗട്ടറുകളുടെയൊക്കെ പാസ്വേഡ് ഇപ്പോൾ 1 2 3 4 5 6 7 8 9 0 എന്നൊക്കെ പറഞ്ഞ ഡിഫോൾട്ട് പാസ്വേഡ് ഉണ്ടാവും. ഈ ഡിഫോൾട്ട് പാസ്വേഡും എല്ലാത്തിനും ഇതിൽ തന്നെ ഇരിക്കും. ഇതുപോലെ തന്നെ ചില കമ്പനികളുടെ പാസ്വേഡ് ആ ഒരു കമ്പനിയുടെ പേര് @123 ആയിരിക്കും. കമ്പനിയുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. ഓൾമോസ്റ്റ് ഒരു 90% അവരുടെ ഡിഫോൾട്ട് പാസ്വേഡ് അങ്ങനെയാണ് വന്നത്. അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർക്ക് ഒരു ഡിഫോൾട്ട് ഉണ്ടാവും, അവരെല്ലാവർക്കും കൊണ്ടുവന്ന് ഇടുന്നതും ആ ഒരു പാസ്വേഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു പാസ്വേഡും ഒരു പേരും ഈ ഒരു നമ്മളുടെ ഒരു മോഡത്തിന് ഇടിയിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ മോഡത്തിൽ അവരെ കൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് അവർ ഒന്ന് വയ്ക്കുമ്പോൾ തന്നെ, അതായത് ടെക്നീഷ്യൻ വയ്ക്കുമ്പോൾ തന്നെ അത് ഇടിയിക്കുക. നമ്മളാണെങ്കിൽ മാറ്റി കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിലോട്ട് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഒരു ത്രെട്ട് കൂടും. അതായത് പുറത്തുള്ള ആൾക്ക് നമ്മുടെ ഫയൽസ് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ കയറാനോ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. നമ്മൾ സിമ്പിളായിട്ട് തന്നെ നമ്മളൊരു ഓപ്പൺ ആക്കി എടുക്കുന്ന പോലെ തന്നെ ഇരിക്കും ഈ ഒരു ഡിഫോൾട്ട് പാസ്വേഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ. അതായത് ആ ടെക്നീഷ്യൻ എന്ന ഡിഫോൾട്ട് പാസ്വേഡ് കഴിയുന്നതും വേഗം അത് മാറ്റുക, അവിടെ വിളിച്ചിട്ടാണെങ്കിൽ അത് മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റിസ്കി ഫാക്ടേഴ്സ് അവിടെ ഉണ്ട്. ഈ പാസ്വേഡ് ഇടുമ്പോഴാണെങ്കിലും നമ്മൾ കുറച്ച് ടഫായിട്ടുള്ള പാസ്വേഡ് തന്നെ ഇടാൻ നോക്കുക. അതായത് വളരെ സിമ്പിളായിട്ടുള്ള പാസ്വേഡ്, ഇപ്പോൾ 1 2 3 4 5 6 7 8 അല്ലെങ്കിൽ 1 തുടങ്ങി 8 വരെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ അല്ലെങ്കിൽ ചെറിയൊരു അങ്ങനത്തെ പാസ്വേഡൊക്കെ ഇടുമ്പോൾ നോർമലി ആൾക്കാർക്ക് ഗസ് ചെയ്യാനും ചെയ്തടിക്കാൻ പറ്റുന്ന ഒരു പാസ്വേഡ് ആകും. അതിനേക്കാൾ നല്ലത് പാസ്വേഡ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുതാണെങ്കിലും കുറച്ച് ലെങ്തി പാസ്വേഡ് ഇടുക. അതായത് ഇത്തിരി നീളമുള്ള പാസ്വേഡ്, അതായത് വലിയ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു പാസ്വേഡായിട്ടേക്കണമെങ്കിൽ വലിയ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ആരും അടിക്കില്ല, അല്ലെങ്കിൽ പാസ്വേഡ് അറിയില്ല എന്നൊക്കെ ചിലവർ ഇടുന്നതാണ്. അതൊക്കെ പക്ഷേ അതൊക്കെ നല്ലതാണ്. അത്തരത്തിൽ ഒരു നീളമുള്ള പാസ്വേഡൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പറയൂല, അതിപ്പോൾ കോമൺ ആയിട്ടോ. അപ്പോൾ അതുപോലെയുള്ള പാസ്വേഡൊക്കെ ഇടണമെങ്കിൽ സിമ്പിളായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഡിഫോൾട്ട് പാസ്വേഡ് തീർച്ചയായും ശ്രദ്ധിക്കുക. അത് കാര്യം ശ്രദ്ധിക്കാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഡിഫോൾട്ട് പാസ്വേഡ് പറയാനുള്ള കാരണവും ഒരു കോമഡി ആയിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ടെക്നീഷ്യൻ ഒരു വൈഫൈ ക്യാമറ സെറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി അവിടെ ഒരു വൈഫൈ കണ്ടു, അതിൻ്റെ പാസ്വേഡ് ചോദിച്ചു. ആ പാസ്വേഡ് പറഞ്ഞ് അങ്ങോട്ട് എൻ്റർ ചെയ്ത് പോന്നു. അടുത്ത ദിവസം കോൾ വന്ന് വൈഫൈ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, വൈഫൈ കണ്ടാവണില്ല എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ വൈഫൈ മോഡൊക്കെ ഓണാണ്, പക്ഷേ ആ ഒരു ക്യാമറ കണ്ടാവണില്ല. അപ്പോൾ അത് എന്താണ് എന്ന് നോക്കി കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് ഈ പുള്ളി വൈഫൈ ഈ ടെക്നീഷ്യൻ കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് തൊട്ടടുത്തുള്ള വീട്ടിലെ വൈഫൈയിലോട്ടാണ് കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവിടുത്തെ പാസ്വേഡ് ഇവരുടെ വീട്ടിലെ പാസ്വേഡ് ഒക്കെ ഒന്ന് തന്നെയാണ്. പേരും ഈ GXൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരുപോലത്തെ പേര് തന്നെയായിരിക്കും അതിനകത്ത് കാണിക്കുന്നത്, വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ആൾ കയറി അതിനകത്താണ് കണക്ട് ചെയ്തത്. അങ്ങനെയാണ് ആ കണക്ഷൻ കിട്ടിയത്. അവരത് ഓഫ് ചെയ്തപ്പോൾ ഇവിടെ കട്ടാവുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഡിഫോൾട്ട് പാസ്വേഡ് എല്ലാവർക്കും അങ്ങോട്ടും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കറങ്ങി കുത്തുന്ന പാസ്വേഡൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഡിഫോൾട്ട് പാസ്വേഡ് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ടെക്നീഷ്യനോട് പറഞ്ഞ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് മാറ്റുക. ഇനി അഥവാ മാറ്റിയിട്ടില്ല ഇപ്പോഴും ഡിഫോൾട്ട് പാസ്വേഡ് ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ടെക്നീഷ്യനെ വിളിച്ചിട്ട് ആ ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്ത് നമ്മളുടേതായിട്ടുള്ള യുണീക്ക് പാസ്വേഡ് ഒന്ന് ഇടുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.